ഡ്യൂട്ടി കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിൽ വന്ന് റെസ്റ്റ് എടുത്തപ്പോഴാണ് ഇങ്ങനെ വിചാരിച്ച് ഇന്ന് മന്തി ഉണ്ടാക്കിയല്ലോ. അപ്പോൾ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ഞങ്ങൾ കിച്ചണിൽ ഇനി വേറെ പരിപാടിയൊന്നും ചെയ്യില്ല, അപ്പോൾ ഞാൻ മന്തി റൈസിട്ട് വരാം, ഞാൻ മന്തി ഉണ്ടാക്കാൻ പോവുകയാണെന്ന്. അങ്ങനെ നേരെ കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങി കൊണ്ടുവന്ന് കണ്ട് മന്തി റൈസിൻ്റെ പരിപാടി തുടങ്ങി. മന്തി റൈസൊക്കെ നന്നായിട്ട് കഴുകി, അതുപോലെ തന്നെ ചിക്കനും എല്ലാ സാധനങ്ങളും നല്ല കഴുകി, നല്ല ചിക്കനൊക്കെ നല്ല സെറ്റാക്കി പാകാക്കിയതിൻ്റെ ശേഷം നമ്മളെ ചിക്കൻ മന്തി റൈസിൻ്റെ പരിപാടി തുടങ്ങിയിട്ടാണ്. അപ്പോൾ അതിന് നമ്മൾ ഇന്നവരായിട്ട് ഞാൻ മന്തി റൈസ് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എല്ലാ പുറത്ത് ഹോട്ടലിൽ പോയാലും കല്യാണത്തിന് പോയാലൊക്കെ മന്തി നല്ല കഴിക്കണമല്ലേ. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ചെറിയൊരു പരിപാടിയിട്ട് ഞാൻ ഇറങ്ങിയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം കൂടി മന്തിക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് എല്ലാം സെറ്റാക്കി മന്തി റൈസ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടാണ്. അപ്പോൾ എല്ലാം സെറ്റാക്കിയ ശേഷം അങ്ങനെ ചിക്കൻ എന്ത് ചെയ്ത് ചിക്കനെ എല്ലാ സാധനങ്ങളും കൂടിയിട്ട് നല്ല മിക്സ് ചെയ്ത് അത് കഴിഞ്ഞ ശേഷം റൈസും ഒരു കുക്കറിലിട്ട് വേവിച്ച്, അതേപോലെ തന്നെ ചിക്കനും മറ്റൊരു പാത്രത്തിലിട്ടിട്ട് വേവിച്ചിടാം. അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടി സലാഡ് ഉണ്ടാക്കണം. അപ്പോൾ സലാഡ് കഴിക്കും, ഞാൻ ഡെയിലി സലാഡ് കഴിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഫ്രൂട്ട്സും വെജിറ്റബിളും കൂടി മിക്സ് ആയിട്ടുള്ള സലാഡാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കിയാണ്ട് അപ്പോൾ അത് നമ്മളെ ഭക്ഷണത്തിന് ശേഷം അതേപോലെ തന്നെ ഫ്രീ ആയി നിൽക്കുന്ന സമയത്ത് കഴിക്കും. അപ്പോൾ കുറച്ച് തോനെ ഉണ്ടാക്കി അങ്ങനെ മന്തി റൈസിൻ്റെ തിറ്റ് തുടങ്ങി. അപ്പോൾ മന്തി റൈസ് ആണ് ഒരു രക്ഷയില്ല, ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, നമ്മൾ കല്യാണപ്പുരത്തെ മന്തി റൈസ് പോലെയല്ല, ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന പോലെയാണ് മന്തി റൈസ്. അപ്പോൾ അടിപൊളിയാണ്, അടിപൊളി. അത് കഴിഞ്ഞതിന് ശേഷം നേരെ പോയി കിടന്ന് അങ്ങോട്ട് ഉറങ്ങിയിട്ടാണ്.